നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് താഴേക്ക് ചെല്ലുകയാണ്. രാത്രിയിലെ വാൽപ്പാറ കാണിച്ചാലോ. ചെറിയൊരു ടൗണാണ്. തണുപ്പുണ്ട്, വലിയ തണുപ്പൊന്നുമില്ല, ഒരു 20 ഡിഗ്രി അത്രയ്ക്കേ ഉള്ളൂ. അത്യാവശ്യം തിരക്കുണ്ട്. ഇത് ഏതാ പള്ളി റാണി? ഇത് CSI പള്ളിയാണ്. CSI. നമുക്ക് പോകേണ്ടത് സേക്രഡ് ഹാർട്ട് ചർച്ചിലാണ്. ഇവിടുത്തെ കുറച്ച് സ്വീറ്റ്സ് സാധനങ്ങൾ ബേക്കറികളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്താ പറയുക, കാറ്റുള്ളപ്പോൾ നല്ല തണുപ്പുണ്ട്. ക്രിസ്മസിൻ്റെ ഒരു ചെറിയൊരു വൈബൊക്കെ ഇവിടെയുണ്ട്. ഭാരത് കോഫി ആൻഡ് ബേക്സ്. ഇവിടെ ഒന്ന് കയറി നോക്കാം. ജാക്ക് ഫ്രൂട്ട്, കോഫി, പ്ലം, കോക്കനട്ട് റോൾ. വ്യത്യസ്ത ഇതൊക്കെ വെറൈറ്റി ആണല്ലേ. കുറേ ചോക്ലേറ്റുകൾ, ക്ലാസിക്, റോയൽ. നമ്മൾ ബ്രൗണിയാണ് നോക്കി നടക്കുന്നത്. ഇവിടെയും ബ്രൗണി. മൂന്നാമത്തെ ബേക്കറിയിലാണ് കയറുന്നത്. ഇടാം ഇവിടെ കുറേ സ്പൈസസുകളൊക്കെ വെച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ചോക്ലേറ്റുകൾ. അങ്ങനെ ടോപ്പ് ടച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി, അവിടെയും ചോദിച്ചു നോക്കാം. ഈ ചോക്ലേറ്റുകളൊക്കെ ഈ നമ്മുടെ പാം ഓയിൽ വെച്ചുണ്ടാക്കണമല്ലോ അതൊക്കെ. അതാണ് കാണാനുള്ള ഭംഗിയുള്ളൂ. കുറേ മിഠായികൾ. ലൈറ്റിൻ്റെ ബ്രൗണി ഉണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ നമ്മളെ കുർബാന വരുന്ന പള്ളി, സേക്രഡ് ഹാർട്ട് ചർച്ച്. അപ്പോൾ ഇത് 1 മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു, പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുർബാനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാം. ഒരു ഗ്ലാസിൻ്റെ ബസ് സ്റ്റോപ്പ്. CSI പള്ളി വളരെ മനോഹരമായി, വളരെ കളർഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ ചോക്ലേറ്റുകളൊക്കെ വാങ്ങി നമ്മൾ റൂമിലേക്ക് തിരിച്ച് നടക്കുകയാണ്. തിരക്ക് ഇപ്പോൾ സമയം 9:05. അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോഴും. തണുപ്പ് ഏകദേശം ഒരു 17-18 ഡിഗ്രി. നല്ല തണുപ്പുണ്ട് വിചാരിച്ചേക്കാളും. ചോക്ലേറ്റൊക്കെ ഭയങ്കര വില കുറവാട്ടാണ്. നമ്മുടെ അവിടേക്കുള്ള എൻ്റെ ഒരു 30-40% ഒക്കെ വില കുറവാണ്. ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ഗാന്ധിജിയുടെ ഒരു മണ്ഡപമുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ടൈലറിങ് കട, അങ്ങനെ ഒരു ചെറിയൊരു ഇറക്കം. ഒരുപാട് ഹോട്ടൽസുകളുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇവിടെ ഒരു ബിരിയാണി കടയുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സൺ ഹോം സ്റ്റേ ആണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഓപ്പൺ ദ ഡോർ. നമ്മൾ വാങ്ങിയ സ്വീറ്റ്സ് ഇതെന്താണ്? ഇത് ബ്രൗണി, ഇതെന്താ ഗുലാബ് ജാം, ആലുവ. ഇതെന്തോ സാധനം? പാൽഗോവ. അങ്ങനെ നമുക്ക് കുർബാന കഴിഞ്ഞ് ഒന്ന് മുറിക്കാനായിട്ടൊരു കേക്ക്. ഇപ്പോൾ ഇതാ നമ്മൾ പുറത്ത് പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ നമ്മുടെ നോ ഷുഗർ ചാലഞ്ചിന് കഴിയല്ലേ നാളെ. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ടറായിട്ട് ഈ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗായ്സ്, ഇവിടെ നമുക്ക് വൈഫൈ ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ഹോട്ടൽ എവർ. വൈഫൈയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പ്ലാനൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് വെച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ കുർബാന ഉണ്ടാവുമല്ലോ. അപ്പോൾ 11:30 തോന്നുന്നത് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ 11:30 കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറാകുമ്പോൾ നമുക്ക് 12 മണിയാവും. അതായത് ഡിസംബർ 25 അടുത്ത ദിവസം.
അപ്പോൾ അന്ന് ഞാൻ സമയം നമുക്കറിയാലോ, കറക്റ്റ് 12 മണിയാകുമ്പോൾ ഞാൻ ഒരു മിഠായി എടുത്ത് വായിലിടും. സമയത്ത് എനിക്ക് ചിലപ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്ന്. പക്ഷേ ഇത്രയും ദിവസം പഞ്ചസാര തിന്നാണ്ട് മധുരം തിന്നാണ്ടിരുന്നിട്ട് തിന്നുമ്പോൾ നല്ല ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഹായ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നെന്താ 24th ആണ്, December 24th. ഇപ്പോൾ സമയം ഒരു 11:33 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പള്ളി. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുതിയ വാങ്ങിയ സ്ലൈഡാണ്. നല്ല തണുപ്പാണ്. ഇപ്പോൾ കാണിച്ചിരിക്കണത് 18 ഡിഗ്രിയാണ് ഇവിടെ. ഏതായാലും ഊട്ടിയിനേക്കാളും തണുപ്പ് കുറവുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാത്തു തണുപ്പ് ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല. സമയം എത്രയായിരുന്നു അറിയോ? 11:45. അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. എത്ര തിരക്കുണ്ടായിരുന്ന ഒരു ടൗണായിരുന്നു, ഒരു മനുഷ്യല്ല. പള്ളിയിൽ പോകുന്ന ആൾക്കാർ കണ്ടിട്ടോ ഇടയ്ക്ക്. തുടങ്ങിയിട്ടില്ല, തുടങ്ങണുള്ളൂ. புரிவீராக உமோடு தூயாவியாரின் ஒன்றிப்பில் இறைவனா என்றேன். അങ്ങനെ കുർബാനൊക്കെ കഴിഞ്ഞ് സമയം 2 മണി. ഞങ്ങൾ പള്ളിയിൽ നിന്ന് റൂമിലോട്ട് നടക്കാണ്. നല്ല തണുപ്പുണ്ട്, പക്ഷെ ഇതൊന്നും ഇട്ടിട്ടൊന്നും ശരിയാവുന്നില്ല. വിജനമായ വാൽപ്പാറ ടൗണിലൂടെ. അത് ആ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വരുന്നവരാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഒരു ഭാരതിൻ്റെ പെട്രോളിയം പമ്പ്. രാവിലെ ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ രാത്രി 10 മണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല വാൽപ്പാറ ടൗണിൽ. എല്ലാതും വിജനമാത്രേ. നമുക്കതറിയില്ലായിരുന്നു. നമ്മൾ രാത്രി 2 മണിക്കൊക്കെ ഇവിടെ നടക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുലി ഇറങ്ങുന്ന സമയത്തേ 10 മണിക്ക് ശേഷം ആരും ടൗണിൽ ഇറങ്ങില്ല. നമ്മൾ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. തൊട്ടടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പ്, ബേക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് കോഫി, ചോറ് കട്ടന കഴിക്കും. ഞങ്ങൾ കോഫി